രാഷ്ട്രീയ വൈരത്തിന്റെ പേരിൽ സാധാരണക്കാരായ പാവപ്പെട്ടവർക്ക് അർഹതപ്പെട്ട ആനുകൂല്യം നിഷേധിക്കുന്ന പിണറായി സർക്കാർ. ആ പിണറായി സർക്കാരിന്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതിയിലൂടെ നമുക്ക് മുന്നിലേക്ക് എത്തുന്നത്. കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച പ്രധാനമന്ത്രി ആവാസ് യോജന അർബൻ പദ്ധതി നഗരസഭകളിലെ നഗരാതിർത്തികളിലെ വീടില്ലാത്തവർക്ക് പൂർണ്ണമായും വീട് വെച്ച് നൽകുന്നതിനുള്ള കേന്ദ്ര ആവിഷ്കൃത പദ്ധതി. ആ പദ്ധതി സംസ്ഥാനത്ത് അട്ടിമറിക്കുകയാണ് പിണറായി വിജയൻ സർക്കാർ. 2015 പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതി, പ്രധാനമന്ത്രി ആവാസ് യോജന അർബൻ പദ്ധതി ആരംഭിക്കുന്നത്. ആ ഘട്ടത്തിൽ കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരിനോട് വീടുകളുടെ ഗുണഭോക്താക്കളുടെ പട്ടിക നൽകാൻ ആവശ്യപ്പെട്ടിരുന്നു. കേരളം 1,27,000 പേരുടെ പട്ടിക കേന്ദ്രത്തിന് നൽകി. ആ 1,27,000 പേർക്കും വീടുകൾ അനുവദിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാർ ധനസഹായം നൽകി. ഇപ്പോൾ 93,000 വീടുകളുടെ പണി പൂർത്തിയായി. ബാക്കിയുള്ള വീടുകളുടെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നു. അതിന് പിന്നാലെ 2024 സെപ്റ്റംബറിൽ രണ്ടാം ഘട്ട ഭവന നിർമ്മാണത്തിനുള്ള വിജ്ഞാപനം കേന്ദ്ര സർക്കാർ പുറത്തിറക്കി. സംസ്ഥാനത്തിനോട് ഗുണഭോക്താക്കളുടെ പട്ടിക നൽകാൻ കേന്ദ്രം ആവശ്യപ്പെട്ടു. നഗരസഭകൾ അതാത് നഗരസഭകളുടെ അതിർത്തികളിലുള്ള വീടില്ലാത്തവരുടെ വിവരങ്ങൾ പൂർണ്ണമായും ശേഖരിക്കുകയും അവ സംസ്ഥാന സർക്കാരിന് കൈമാറുകയും സംസ്ഥാന സർക്കാർ ഇക്കാര്യത്തെ ഒരു ഡീറ്റെയിൽഡ് പ്രോജക്ട് റിപ്പോർട്ട് DPR കേന്ദ്ര സർക്കാരിന് സമർപ്പിക്കുകയുമാണ് ചെയ്യേണ്ടത്. എന്നാൽ സംസ്ഥാന സർക്കാർ ആകട്ടെ 1.5 വർഷം കഴിഞ്ഞിട്ടും 1.5 വർഷമായിട്ടും ഇതുവരെ ആ പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതിയുടെ അർബൻ പദ്ധതിയുടെ രണ്ടാം ഘട്ടത്തിലുള്ള DPR കേന്ദ്രത്തിന് മുന്നിൽ സമർപ്പിച്ചിട്ടില്ല. രാഷ്ട്രീയ വ്യത്യാസത്തിന്റെ പേരിൽ, രാഷ്ട്രീയ വിരോധത്തിന്റെ പേരിൽ പാവപ്പെട്ട അർഹതപ്പെട്ട സാധാരണക്കാർക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ പോലും നിഷേധിക്കുകയാണ് പിണറായി വിജയൻ സർക്കാർ. എന്തുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ ഇതുവരെ ആ വീടില്ലാത്തവരുടെ പേരുകൾ അടങ്ങിയ ആ ഡീറ്റെയിൽഡ് പ്രോജക്ട് റിപ്പോർട്ട്, വിശദമായ പഠനരേഖ എന്തുകൊണ്ട് കേന്ദ്രത്തിന് സമർപ്പിച്ചില്ല? എന്തുകൊണ്ടാണ് ഈ റിപ്പോർട്ട് സമർപ്പിക്കാതെ ഇവർ ഒത്തുകളിക്കുന്നത്? ഈ റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നുവെങ്കിൽ എത്ര ലക്ഷം പേർക്ക് ഇപ്പോൾ വീടുകൾ അനുവദിക്കപ്പെട്ടേനെ? ഇവർക്ക് ആവശ്യമായ ആനുകൂല്യങ്ങൾ കേന്ദ്രത്തിൽ നിന്ന് ലഭിച്ചേനെ? ഇതൊന്നും ചെയ്യില്ല. കേന്ദ്ര സർക്കാർ നൽകുന്ന നിർദ്ദേശങ്ങൾ, കേന്ദ്ര സർക്കാരിന്റെ മാനദണ്ഡത്തിന് അടിസ്ഥാനമായിട്ടുള്ള ഒരു പ്രവർത്തനവും ചെയ്യാതെ കേവലം തങ്ങളുടെ വായ്ത്താളം മാത്രം അടിച്ചുകൊണ്ട് കേന്ദ്രത്തിനെ കുറ്റം പറയുക എന്നുള്ളതാണ് സംസ്ഥാനത്തിന്റെ ഇപ്പോഴത്തെ ശൈലി. നമുക്കറിയാം മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി, ആ തൊഴിലുറപ്പ് പദ്ധതി കേന്ദ്ര സർക്കാർ നിർത്താൻ പോകുന്നു എന്നുള്ള വലിയ പ്രചരണമാണ് കേരളത്തിലെ സൈബർ സഖാക്കന്മാർ അഴിച്ചുവിടുന്നത്. യാഥാർത്ഥ്യം എന്താണ്? കേന്ദ്ര സർക്കാർ ആ തൊഴിലുറപ്പ് പദ്ധതിയെ കൂടുതൽ പരിഷ്കരിച്ചിരിക്കുന്നു. AI സാങ്കേതിക വിദ്യയിലൂടെ, പുതിയ ആധുനികമായ ടെക്നോളജിയിലൂടെ അതിന്റെ പ്രവർത്തനങ്ങൾ സുതാര്യമാക്കാൻ ശ്രമിക്കുകയാണ്. കേവലം 100 ദിവസം ഉണ്ടായിരുന്ന പ്രവൃത്തി ദിനങ്ങൾ 125 ദിവസത്തിലേക്ക് വർദ്ധിപ്പിക്കുകയാണ് കേന്ദ്ര സർക്കാർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇനി നാട്ടിൻപുറത്തുള്ള ആളുകളുടെ കോടീശ്വരന്മാരുടെ പറമ്പൊന്നും ക്ലീൻ ചെയ്യേണ്ടതോ അല്ലെങ്കിൽ പറമ്പ് വൃത്തിയാക്കേണ്ടതോ അല്ല തൊഴിലുറപ്പ് ജോലി. തൊഴിലുറപ്പ് ജോലി ഉൽപാദനക്ഷമമാകണം. ജലസേചന സൗകര്യങ്ങൾ, നാട്ടിലെ റോഡുകൾ, നാട്ടിലെ കുളങ്ങൾ, നാട്ടിലെ പ്രത്യുൽപാദനപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ, പൊതു കൃഷിയിടങ്ങൾ തുടങ്ങിയവയിലൂടെ പണിയെടുത്ത് അല്ലെങ്കിൽ തുടങ്ങിയവയുടെ പണി ചെയ്തുകൊണ്ട് രാജ്യത്തിനും സംസ്ഥാനത്തിനും നേട്ടമുണ്ടാകുന്ന എന്തെങ്കിലും പ്രയോജനകരമായിട്ടുള്ള ഉൽപാദനക്ഷമമായിട്ടുള്ള പ്രവർത്തനങ്ങളിലേക്ക് തൊഴിലുറപ്പ് പണികൾ ചെയ്യണമെന്നാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. കൃത്യമായ നിരീക്ഷണങ്ങളും കൃത്യമായ പരിശോധനകളും തൊഴിലുറപ്പിൽ ഉണ്ടാകും. ഇത് മാത്രമാണ് കേന്ദ്രം കൊണ്ടുവന്ന പരിഷ്കരണം. അല്ലാതെ ഇവിടെ CPM-ന്റെ സഖാക്കന്മാർ പറഞ്ഞു വരുത്തുന്നത് പോലെ അയ്യോ കേന്ദ്ര സർക്കാർ തൊഴിലുറപ്പ് നിർത്താൻ പോകുന്നേ, കേരളത്തിൽ ഇനി തൊഴിലുറപ്പുണ്ടാകില്ല, ആളുകളെല്ലാം പട്ടിണിയിലാണ്. ഇത് വെറും നുണയാണ്, പച്ച നുണയാണ്. ഇതിന് സമാനമായിട്ടാണ് ഇപ്പോൾ മറ്റൊരു നുണ കൂടി പുറത്തു വരുന്നത്. കേന്ദ്രം ഫണ്ട് അനുവദിക്കാമെന്ന് പറഞ്ഞിട്ടും സംസ്ഥാനം റിപ്പോർട്ട് സമർപ്പിക്കാതെ 1 ലക്ഷത്തിലധികം വീടുകൾ ലഭിക്കേണ്ട ആ പദ്ധതി അവതാളത്തിലാക്കിയിരിക്കുകയാണ്. ഇതാണ് യാഥാർത്ഥ്യം.